നമ്മളിതൊരു കടലപ്പരിപ്പ് പ്രഥമനാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ അതിനായിട്ട് 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് കടലപ്പരിപ്പ് ഒന്ന് കഴുകി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പരിപ്പ് അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് എടുക്കാം. ഞാൻ ഒരു 1.5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1-ാം പാലും 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 2-ാം പാലും നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു അരിപ്പയിലേക്ക് അരിച്ചു കൊടുത്ത് ഒന്ന് നമുക്കൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഞാനങ്ങനെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനി 250 ml കപ്പിൽ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത ശർക്കരയാണ്. 2 കപ്പ് ശർക്കര ഇട്ട് കൊടുത്ത് അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര പൊടിച്ചിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ നന്നായിട്ട് അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഉടച്ചെടുക്കണം. ഒരു മാഷർ ഉപയോഗിച്ചോ ഒരു സ്പൂൺ ഉപയോഗിച്ചോ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്താൽ മതി. ഞാനിതൊന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി പായസത്തിനിടാൻ വേണ്ടി റോസ്റ്റഡ് ജീര പൗഡർ, ഏലക്ക പൗഡർ, ജിഞ്ചർ പൗഡർ, കോക്കനട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, നട്ട്സ്, ഗ്രേപ്സ്, ഒരു പിഞ്ച് ഉപ്പ്, പഞ്ചസാര, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി സ്റ്റൗവിലേക്ക് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരുന്ന ആ കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ആ നെയ്യിൽ കിടന്ന ആ കടലപ്പരിപ്പൊക്കെ ഉടച്ചെടുത്തത് നന്നായിട്ട് അതൊന്ന് മിക്സായി വരണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നല്ല നെയ്യും ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പശു നെയ്യൊക്കെ ആണെങ്കിൽ വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കണം. എന്തെങ്കിലും കല്ലോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പായസം അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കടലപ്പരിപ്പും ആ ശർക്കര പാനിയായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് 2-ാം പാലാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 2-ാം പാല് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് കുറച്ച് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് കുറുക്കിയെടുക്കുന്നത്. പിന്നെ ഈ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. അത്രയും സമയം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള കോക്കനട്ടും നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ 1/4 കപ്പ് കോക്കനട്ടാണ് ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. കോക്കനട്ട് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം മറന്നു പോകരുത്. വളരെ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഗ്രേപ്സ് ഇട്ട് കൊടുത്തില്ല, അത് ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല. കോക്കനട്ട് വറുത്ത് ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ അത് ഗ്രേപ്സൊക്കെ വറുത്ത് എടുത്തിട്ടുണ്ട്. ഈ പായസം നന്നായിട്ട് ഇപ്പം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാത്ത ഒരു സംഭവമാണ് നമ്മുടെ ചൗവരി. ഞാനിപ്പോൾ വേവിച്ച് വെച്ചിരുന്നതാണ്. ഒരു 1/4 കപ്പ്, ഒരു 3 ടേബിൾ സ്പൂണാണ് വേവിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതാണ്. പായസം കഴിക്കുമ്പോൾ ഒരു മുത്തുമണികൾ ഇങ്ങനെ കിടക്കുന്നത് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്ത് അതുകൊണ്ട് കൂടുതൽ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെന്തതാണ്. ഇപ്പോൾ നന്നായിട്ട് പായസം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഗ്യാസ് അങ്ങ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, സിമ്മിൽ വെച്ചിട്ട് വേണം ഈ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കി ഇനി ഇത് കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് വറുത്ത് വെച്ചിരുന്ന ഗ്രേപ്സും നട്ട്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പായസം വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ആദ്യം അതിലേക്ക് 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടിയാണ്, റോസ്റ്റഡ് ജീര പൗഡർ, നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡറാണ്, ഡ്രൈ ജിഞ്ചർ പൗഡർ, അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഇതൊക്കെ.
ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി ഇതിലേക്കൊരു ഏലക്ക പൊടിയാണ്, ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചിരുന്ന ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് 1.5 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരുന്ന ഗ്രേപ്സും നട്ട്സും കോക്കനട്ടും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മറക്കാതെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കണം. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മോനെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, അടിപൊളി പായസം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഓണത്തിൻ്റെ ലാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ പായസം ഇട്ടത്. ഈ സാമ്പാർ വേണമെന്നുള്ളവർക്ക് സാമ്പാറിന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളിത് പെട്ടെന്ന് റെസിപ്പി അടുത്തത് ഇട്ട് തരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കേടാകാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോയിൽ നമ്മളൊരു ഓണസമ്മാനം വെച്ചിരുന്നു. ഓണപ്പുടവ ഒരു നെറുക്കെടുപ്പായിട്ട് നമ്മൾ ആളിനെ സെലക്ട് ചെയ്തതാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കമൻ്റ് ഇടുന്നവർക്കാണ് അതിനാണ് ആളിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കമൻറ്റ് കുറവാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ആളിനെ തിരഞ്ഞെടുക്കാൻ പറ്റി. ഒരുപാട് ജോലിയെല്ലാം ഒരുപാട് കുറഞ്ഞു. അതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ നെറുക്കെടുപ്പ് ഇപ്പം തന്നെ നമുക്കത് എടുക്കാം. ഈ വീഡിയോയിൽ ഞാനിത് കാണിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരാളെ ഞാനിത് സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാനിതെല്ലാം എഴുതി വെച്ചിരുന്നു. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരാളിനെ, ഒരു ഭാഗ്യശാലിയെ നമുക്ക് എടുക്കാം. ശ്രീലത ആണ് ഇന്നത്തെ വിന്നർ. ഞാൻ 1-2 തുറന്ന് കാണിക്കാം. ഓംകാർ, രാഹുൽ, അനിത. എൻ്റെ ഈ സമ്മാന പരിപാടിയിൽ ആത്മാർത്ഥമായി പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നെറുക്കെടുക്കുമ്പോൾ ഭാഗ്യമുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ സമ്മാനം കിട്ടുകയുള്ളൂ. അതിലാരും വിഷമിക്കേണ്ട. അടുത്ത മുന്നോട്ടുള്ള എൻ്റെ വീഡിയോ കാണുക തുടർന്നും. ഇതിൽ ഇനിയും നമ്മൾ ഇതേപോലുള്ള സമ്മാന പരിപാടികൾ നടത്തുന്നതാണ്. അപ്പോൾ അതിലും എല്ലാവരും പങ്കെടുക്കുക. ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്കും ഇനി അടുത്ത വിജയി നിങ്ങളായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം.